ഹലോ. അപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് ഇടാമെന്നൊക്കെ വിചാരിച്ചിട്ട് എനിക്ക് ഇടാൻ പറ്റിയില്ല സൺഡേ. അപ്പോൾ നമുക്ക് അധികം ഇൻട്രൊഡക്ഷനിലേക്കൊന്നും കടക്കാണ്ട് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാമല്ലേ. അങ്ങനെ നമ്മൾ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാൽ അങ്ങനത്തെ ഒരു വീഡിയോ ആണ്, വീട് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാനങ്ങനെ ഡയറി എഴുതി ഡെയിലി സൂക്ഷിക്കുന്ന ആളൊന്നുമല്ല. പക്ഷെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് എഴുതി വെച്ച് അത് ചെയ്തോ ഇല്ലയെന്ന് ഒരു ഈവനിങ് ഒന്ന് നോക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് എഴുതി വെക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ സ്റ്റഡി ടേബിള് ആകെ മോശമായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് ചെടികളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് പുറത്ത് വയ്ക്കണം. ഇതൊക്കെ പുറത്ത് വയ്ക്കേണ്ട ചെടികളാണ്. അപ്പോൾ ഞാൻ അതിനുള്ള സംഭവങ്ങൾ റെഡിയാക്കാം. മണ്ണ് എക്സ്ട്രാ വേണമായിരുന്നു. അപ്പോൾ ഓൾറെഡി ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ അതിൻ്റെ ഇടയിൽ നാട്ടിൽ നിന്ന് കറിവേപ്പിലൊക്കെ കൊണ്ടുവന്നത് അമ്മ എനിക്ക് ശരിക്ക് ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. ഇത് ഇവിടെ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് പച്ചക്കറി വാങ്ങിക്കുമ്പോൾ കിട്ടും. അത് ഞാനിങ്ങനെ കഴുകി ഉണക്കിയിട്ട് വെക്കും. ഉണക്ക മീൻസ് ജസ്റ്റ് വെള്ളം കളഞ്ഞിട്ട്. അപ്പോൾ ഇത് ഈ ഒരു ബാസ്ക്കറ്റ് മുമ്പുണ്ടായിരുന്നതാണ്, ചെടി പുറത്ത് നമുക്ക് ബാൽക്കണിയിൽ തൂക്കിയിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ഇതിൽ നമുക്ക് ഈ ഒരു ചെടിച്ചട്ടി വെച്ചിട്ട് പുറത്ത് തൂക്കിയിടാമെന്ന് വിചാരിച്ചു. ആ പരിപാടിയൊക്കെ ഒരുവിധം നോക്കിയിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം വീഡിയോ എഡിറ്റ് ചെയ്യാനും ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് ഫോണെടുത്ത് ഗോപ്രോ കണക്ട് ചെയ്ത്. അപ്പോൾ എനിക്ക് ഗോപ്രോ ഉള്ളതുകൊണ്ട് ഇത് ലാപ്ടോപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലെങ്കിൽ ഞാൻ ഫോണിൽ തന്നെയാണ് എഡിറ്റ് ചെയ്യാറ്. അപ്പോൾ അത് കുറച്ച് നേരം ചെയ്തു. ഞാൻ ഈ ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോസ് ഞാൻ മാത്രമായിട്ട് ചെയ്യാറില്ലല്ലോ, കുട്ടികളുടെയാണ് മെയിനായിട്ട് ചെയ്യാറ്. ഇതുവരെ ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ തന്നെ എനിക്ക് വീഡിയോ എടുക്കുമ്പോഴൊന്നും തോന്നില്ല. എനിക്കിപ്പോൾ വോയിസ് കൊടുക്കണ സമയത്ത് എന്തൊക്കെയോ തോന്നുന്നു. മെയിനായിട്ടൊരു ചമ്മലാട്ടോ നമുക്ക് ഫീൽ ചെയ്യുക അങ്ങനെ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ. പിന്നെ നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടുവല്ലോ, പുട്ടും ചന്ന മസാലയായിരുന്നു. ഞാൻ ഇങ്ങനത്തെ ചിരട്ടപ്പുട്ട് അതിലാണ് സാധാരണ ചെയ്യാറ്. അപ്പോൾ ഞാൻ ഈ പുട്ടൊക്കെ ആണെങ്കിൽ 2 എക്സ്ട്രാ ഉണ്ടാക്കി വെക്കും വൈകിട്ടത്തേക്ക് കുട്ടികൾക്ക് വന്ന് കഴിക്കാൻ. അവർക്ക് പുട്ട് ഇഷ്ടമായതുകൊണ്ട് പിന്നെ നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. പുട്ട് ഇഡ്ഡലിയൊക്കെ കഴിക്കും. ബാക്കിയൊന്നും ഞാൻ പിന്നെ വെറുതെ വേസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് ഉണ്ടാക്കാറില്ല. പിന്നെ ഒരുവിധമൊക്കെ അവരിപ്പം ബ്രെഡ് ടോസ്റ്റ് അല്ലെങ്കിൽ നൂഡിൽസൊക്കെ അവരുണ്ടാക്കി കഴിക്കും. മഗ് കേക്കൊക്കെ ഇപ്പോൾ തന്നെ ഉണ്ടാക്കി തുടങ്ങി. ഞാൻ ഒരു ഫോളോ ചെയ്യുന്ന ഒരു ചാനലാണ് പ്രിയാസ് കുക്കിംഗ് വേൾഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഈസി ആയിട്ട് കുട്ടികൾക്ക് തന്നെ ഉണ്ടാക്കണ കുറേ ഡിഷസ് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നത് ഇപ്പോൾ സീരീസ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിൽ ചെക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് തന്നെ ആരുടെയും അല്ലെങ്കിൽ നമുക്ക് തന്നെ ഉണ്ടാക്കി വെച്ചിട്ട് പോവാം. അവർക്ക് ജസ്റ്റ് മിക്സ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമേ വരുള്ളൂ. അപ്പോൾ ആ ഒരു ചാനലാണ് ഞാനിപ്പോൾ ഫോളോ ചെയ്യണേ. പിന്നെ അത് കഴിഞ്ഞാൽ വാഷിംഗ് മെഷീനിൽ തുണി ഇടൽ. പിന്നെ ഞാനിപ്പോൾ യൂസ് ചെയ്യണ ഒരു വാഷിംഗ് പൗഡറല്ല ലിക്വിഡ് എന്ന് പറയുന്നത് ഈ ബിക്കോ എന്ന് പറഞ്ഞിട്ട് ഇത് ഫ്രണ്ട്ലിയാണ്, നേച്ചർ ഫ്രണ്ട്ലി ആണെന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിച്ചത്. നല്ലതാണ്, സ്മെല്ലൊക്കെ ഓക്കെയാണ്, പക്ഷേ പത ഭയങ്കര അധികമാണ്, എനിക്കങ്ങനെ ഫീൽ ചെയ്തു. അങ്ങനെ നമ്മൾ ആ ഒരു പണിയൊക്കെ ഞാൻ എനിക്ക് സമയമുള്ള സമയത്ത് അത് ഇടും. അത് കഴിഞ്ഞ് അത് കഴുകിയിരുന്നോളും. നമ്മൾ ബാൽക്കണിയിൽ തന്നെയാണ് തുണി ഉണക്കാനുള്ള റോഡ്സ്, അതായത് നമ്മൾക്ക് ഇട്ടിട്ട് മുകളിലേക്ക് ഇങ്ങനെ കയറ്റി വെക്കാവുന്ന ടൈപ്പ് ഞാൻ ബാൽക്കണിയിൽ തന്നെ ഫിക്സ് ചെയ്തുകൊണ്ട് നമുക്കിപ്പോൾ ടെറസിലൊന്നും പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ എനിക്ക് ഒരു ഇൻഫർമേഷൻ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ഇത്രയും കാലം വീഡിയോസ് ഇട്ടിരുന്നപ്പോൾ ഞാൻ 4K തന്നെയാണ് വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ അങ്ങനെയാണ്. പക്ഷേ ഞാൻ യൂട്യൂബ് ചെക്ക് ചെയ്യുമ്പോൾ 4K ഒരിക്കലും വരാറില്ല. അപ്പോഴാണ് ഈ ഒരു സെറ്റിങ്സ് ഉണ്ടെന്ന് ഞാൻ മറ്റ് യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് മനസ്സിലാക്കിയത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ക്വാളിറ്റി പ്രിഫറൻസിൽ പോയിട്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് അത് കറക്റ്റായിട്ട് വരണേ കേട്ടോ. അപ്പോൾ അത് അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് നോക്കാവുന്നതാണ്. പിന്നെ നമ്മൾ അടുത്തടുത്ത പണികളിലേക്ക് ഞാൻ മാത്രമുള്ളപ്പോൾ മോസ്റ്റ്ലി ഞാൻ സിനിമയൊക്കെ കാണാൻ ട്രൈ ചെയ്യാറുണ്ട്. പക്ഷേ ഒന്നും നടക്കാറില്ല. വല്ലപ്പോഴും ഒരു മടി പിടിച്ച ദിവസമാണെങ്കിൽ നടക്കും, അല്ലാതെ ഒന്നും നടക്കാറില്ല. അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ ഇൻഡോർ അവിടെ തന്നെ വെച്ചു. ഔട്ട്ഡോർ ഈ ഒരു ചെടിയുണ്ട്. പിന്നെ വേറെയും 1-2 ചെടികൾ പുറത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഓൾറെഡി. ഇത് വെക്കാൻ പറ്റണില്ല, കാരണം ഇത് ഭയങ്കര വെയിറ്റ്. ഇപ്പം എനിക്കൊരു പേടി താഴത്തേക്ക് അങ്ങനെ വീഴുമെന്ന്. പിന്നെ സ്ഥലവും ഇല്ല. അപ്പം അതിന് ഇനി വേറൊരു ഹാങ്ങിങ് ബാസ്ക്കറ്റ് പോലെ വാങ്ങിച്ചിട്ട് അത് മുകളിൽ എവിടെയെങ്കിലും തൂക്കണം എന്നാണ് എനിക്ക് ഒരു ആഗ്രഹം. അങ്ങനെ നമ്മളൊരു മടി പിടിച്ച് കുറച്ച് നേരം പണിയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ബോറടിക്കുമല്ലോ. അങ്ങനെ സിനിമ കാണാമെന്നൊക്കെ വിചാരിച്ച് TV ഓൺ ചെയ്യുന്നുണ്ട്, പാട്ടും വെച്ചിട്ടുണ്ട്. സിനിമ തുടങ്ങണ വരെ പാട്ട് കേൾക്കാമെന്ന് വിചാരിച്ച് എല്ലാം ഒരു ആർത്തിയാണല്ലോ. എന്നിട്ടാണ് ഞാൻ ഫുഡൊക്കെ കഴിക്കാൻ ഇരിക്കണേ.
അങ്ങനെ നമ്മൾ ഫുഡും കഴിച്ച് എല്ലാം കൂടിയാണ്, മൾട്ടി ടാസ്കിങ് ആണ്. ഫുഡും കഴിക്കണം, ടി വിയിൽ സിനിമ സെർച്ച് ചെയ്യണം, പാട്ട് കേൾക്കണം, അങ്ങനെ എല്ലാ പണികളും ഒരുമിച്ച് ചെയ്യണ ഒരവസ്ഥയായിരുന്നു. അവസാനം നമ്മൾ ഏതൊരു സിനിമ, എനിക്ക് ഓർമ്മയില്ല, ഇത് കുറച്ച് കാലം മുമ്പ് എടുത്ത വീഡിയോ ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മയില്ല, കിഷ്കിന്ധാകാണ്ടാണെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ ആ പടം വെച്ച് നമ്മൾ കുറച്ചു നേരം ആ പടത്തിൽ ഇരുന്നു. വേറെ പണികൾ കാര്യമായിട്ടൊന്നുമില്ല, അതുകൊണ്ട് പിന്നെ നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് ഇരുന്നു. അങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മൾ ടു ഡു ലിസ്റ്റൊക്കെ എഴുതി, അതൊക്കെ നടന്നോന്ന് അറിയണമല്ലോ. കുറേ ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നിത്തുവിന് കടയിലേക്ക് ഷോപ്പിൽ പോകണമെന്നുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സാധാരണ നമുക്കങ്ങനെ നടക്കാറേ ഇല്ല, കാരണം സാറ്റർഡേ സൺഡേ അവർക്ക് ഒഴിവുള്ളപ്പോൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ ബില്ലിങ്ങിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോലും വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും പോകണം എന്ന്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ലിസ്റ്റ് എഴുതി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ നേരെ അവരുടെ റൂമിൽ പോയി ക്ലീനിങ് തുടങ്ങി. ഇത് തന്നെയാണല്ലോ എൻ്റെ പണി. എൻ്റെ മോസ്റ്റ് ഓഫ് ദി ഓഫ് ഉള്ള ദിവസങ്ങളിൽ ഞാൻ ഇവരുടെ റൂം ഒതുക്കലുണ്ടാവാറ്. കാരണം അവരുടെ ആ ഒരു ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒതുക്കി വയ്ക്കും എന്നല്ലാണ്ട് ഡെയിലി ഉള്ള ആ ഒരു ബാസ്ക്കറ്റൊക്കെ ഉണ്ടല്ലോ, അതായത് ഡെയിലി വെയേഴ്സൊക്കെ വെക്കണ ആ സംഭവങ്ങളൊക്കെ കുറച്ച് അലങ്കോലമായിരിക്കും. മടക്കി വെക്കലൊക്കെ അവർ തന്നെയാണ്. അപ്പം അതിൻ്റേതായ എല്ലാ മോശം വശങ്ങളും അവിടെ ഉണ്ട്. മുമ്പ് ഞാൻ മടക്കി നല്ല ഷേപ്പിൽ കൊടുക്കും, അവർ ജസ്റ്റ് കൊണ്ടുവച്ചാൽ മതിയായിരുന്നു. ഇപ്പം ഞാൻ അവരെ കൊണ്ട് തന്നെയാണ് എല്ലാം മടക്കിപ്പിക്കണേ. അപ്പോൾ സംടൈംസ് എന്താണെന്ന് വെച്ചാൽ അവർ തിരിച്ചിടുകയൊന്നുമില്ല, ആ കഴുകി കൊണ്ടുവന്ന് അതേപോലെ തന്നെ തിരിച്ചു വയ്ക്കും. അപ്പോൾ എനിക്കത് എന്താണെന്നറിയില്ല, എനിക്കത് തീരെ പിടിക്കാത്തൊരു സംഭവമാണ്. തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫോൾഡ് ചെയ്ത് ആ ഒരു ഷേപ്പോട് കൂടിയിട്ട് വെക്കണം. എനിക്ക് അങ്ങനെയാണ്. പൊട്ട സ്വഭാവമാണോ നല്ല സ്വഭാവമാണോ എന്ന് എനിക്ക് തന്നെ അറിയില്ല. അതുപോലെ ഇതുപോലെ തന്നെ എനിക്ക് കാണുമ്പോൾ വൃത്തിയിലിരിക്കണം എന്നാണ്. അപ്പം അങ്ങനെ എല്ലാമെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഫുള്ള് ക്ലീൻ ചെയ്യും. ആദ്യം തൊട്ട് ഫുൾ ഡേ എത്ര സമയം എടുത്താലും കുഴപ്പമില്ല, അതുകൊണ്ട് ഞാൻ ഫുൾ ക്ലീൻ ചെയ്യും. അങ്ങനെ ഞാൻ അന്ന് അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു. അപ്പോൾ സിനിമയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയപ്പോൾ ഞാൻ പിന്നെ അത് ചെയ്യാൻ തുടങ്ങി. പിന്നെ റൂമും കുറച്ച് ഇതാക്കാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ മാറ്റി അങ്ങനത്തെ പണികൾ ചെയ്തു. ഫുൾ ഒതുക്കൽ നടത്തി. അവരുടെ അലമാരി, അതെ, ആ ഒരു ബുക്സൊക്കെ വെക്കണ അലമാരിയുടെ ഭാഗത്തും കുറച്ച് അലങ്കോലമായിട്ട് കിടക്കുമായിരുന്നു. മുമ്പൊക്കെ ആണെങ്കിൽ അവർക്ക് സമയം ഉണ്ടായിരുന്നു. കോവിഡ് ആ ഒരു സമയത്തൊക്കെ വീട്ടിലുള്ളപ്പം ഇത് കൃത്യമായിട്ട് ചെയ്യാറുണ്ട്. പക്ഷേ സ്കൂളിൽ പോയി തുടങ്ങി, ഞാൻ ജോലിക്കും പോയി തുടങ്ങിയതിന് ശേഷം അത് ആ ഒരു സൈഡ് കുറച്ച് മോശമായി തുടങ്ങി. അപ്പം ഞാൻ ഇടയ്ക്ക് ഇതുപോലെ ഓഫ് കിട്ടുന്ന സമയത്ത് ഞാൻ ചെയ്യും. അവർ വീട്ടിലുണ്ട്, എനിക്ക് ഓഫാണെങ്കിൽ എനിക്ക് ചെയ്യാൻ ഇഷ്ടമില്ല. ഇതുപോലെ ആരും ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യും. അതാവുമ്പോൾ എനിക്കൊരു മോട്ടിവേഷനാണ്. എന്താണെന്നറിയില്ല, എല്ലാവരും ഇങ്ങനെയാണോ എന്നും എനിക്കറിയില്ല. വീട്ടിലാരെങ്കിലും ഉണ്ടെങ്കിലും ഒന്നും ചെയ്യാൻ തോന്നില്ല. അത് ഈ മേശടപ്പുറവും ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു. അപ്പം അതൊക്കെ വഴിയെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗവും എല്ലാം ഒതുക്കി. അവർ വരുമ്പോഴത്തെ അവർക്ക് തന്നെ തോന്നും ഇതെന്തത് രാവിലെ പോയ പോലെ അല്ലല്ലോ എന്നങ്ങനെ തോന്നും. അങ്ങനത്തെ ഒരവസ്ഥയിലാക്കിയെടുത്തു. പിന്നെ ഈയിടെയായിട്ട് ഞങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട്, ഇത് മറ്റേ തേക്കണ മെഷീനല്ലേ, അതിന് പകരം ഇതുപോലെ നമ്മൾ ഹാങ് ചെയ്തിട്ട് സ്റ്റീമിൽ ഇതുപോലെ തേച്ചെടുക്കുന്നത്. ഇത് നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി. കുറച്ച് കഷ്ടപ്പാടാണ് മറ്റേതിനെക്കാട്ടി. ഇത് യൂസ് ചെയ്ത് തുടങ്ങി ഇത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത്. വേഗം ചുളിവുകൾ മാറും, വേഗം പണി കഴിയും. ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ളൊരു സ്ഥലത്ത് വെക്കണം, പിന്നെ വെള്ളം നിറയ്ക്കണം, അത്രയേ ഉള്ളൂ. ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ഈ ലിങ്ക് ആമസോണിൽ കൊടുക്കാം കേട്ടോ. അത് ആമസോണിൽ വാങ്ങിച്ചതാണ്. ഇപ്പോൾ നമ്മളുടെ ആസ് യൂഷ്വൽ ഉള്ള കുളിയൊക്കെ കഴിഞ്ഞ് താക്കി തുണി തേക്കണ പരിപാടികളും അതൊക്കെ ഇടയിൽ ചെയ്യും, വല്ലപ്പോഴേക്കേ ചെയ്യുള്ളൂ, എന്നാലും അതൊക്കെ ചെയ്ത് ഹാങ് ചെയ്ത് ഇടുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞു. കുട്ടികൾ വന്നു സ്കൂളിൽ നിന്ന് വന്നു. കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം പുറത്ത് പോകാൻ റെഡിയായി അവർ. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, വന്ന് നേരത്തെ പോയി വരണില്ലെങ്കിൽ ട്രാഫിക് ആവും. അതുകൊണ്ട് പോകാൻ റെഡിയായിട്ട് ഡ്രസ്സൊക്കെ മാറിയിരിക്കുക. അതിൻ്റെ ഇടയിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഷെൽഫ് ഫിക്സ് ചെയ്യണമെങ്കിലോ ബാത്റൂമിൻ്റെ എന്ത് ക്ലീനിങ്ങിനോ എന്തിനു വേണമെങ്കിലും നമുക്ക് അർബൻ കമ്പനി എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഉണ്ടല്ലോ, അതിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൾ വന്നിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും, അതായത് ഇങ്ങനത്തെ ഐറ്റംസ് ഫിക്സ് ചെയ്യാൻ ഡ്രില്ല് ചെയ്യാനൊക്കെ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഇന്ന് ബുക്ക് ചെയ്താൽ നാളെ വരും, അല്ലെങ്കിൽ ഇന്ന് അവൈലബിൾ ആണെങ്കിൽ ഇന്ന് തന്നെ വരും. അപ്പോൾ ഞാൻ ആ 2 റൂമിൽ ഇരുന്നിരുന്ന ഷെൽഫ് ഫുള്ള് ഇവിടേക്ക് മാറ്റി. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആപ്പിൽ വിളിച്ചാൽ തന്നെ അവർ വരും. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഷോപ്പിലേക്ക് പോയി.
അങ്ങനെ ഷോപ്പിൽ പോയി വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. എടുത്തു, 1-2 വീഡിയോ എടുത്തു. പക്ഷെ അറിയാണ്ട് ഞാൻ ഈ സ്റ്റോറേജ് പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഡിലീറ്റ് ചെയ്യണതിൻ്റെ ഇടയിൽ ആ വീഡിയോസൊക്കെ പോയി. അങ്ങനെ ഞാൻ തിരിച്ചു വന്ന് ഷോപ്പിംഗ് ഹോളായിട്ട് കാണിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമാവണില്ല. എന്തിനാ ഇതൊക്കെ കാണിക്കണേ എന്നൊക്കെ. അപ്പോൾ ചെറിയ രീതിയിൽ ഞാൻ എന്നാൽ കഴിയുന്ന എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ വേണമല്ലോ, കണ്ടൻറ്റ് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഷോപ്പിംഗ് ഹോൾ എന്തൊക്കെ വാങ്ങിച്ചു എന്നുള്ളത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനത്തെ അവൾ ASMR എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ട് കാണിക്കുക. ഞാൻ പക്ഷേ വോയിസ് കൊടുക്കണോണ്ട് അതൊന്നും നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ ട്രിപ്പിന് പോകുന്നുണ്ടായിരുന്നു, സ്കൂളിലത്തെ ട്രിപ്പ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചോക്ലേറ്റ് വേണം എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഓൾറെഡി നിങ്ങൾ ഫിൽറ്റർ കോഫിയുടെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അപ്പൊക്കെയുള്ള വീഡിയോ ആണ് ശരിക്കും അത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. എഡിറ്റ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഇത്രയും ലേറ്റായത്. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഐറ്റംസ് വാങ്ങിച്ചു. മെയിനായിട്ട് നമ്മൾ വാങ്ങിച്ചത് സ്കൂളിലേക്ക് ഇവർക്ക് നോ ബാഗ് ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. എല്ലാ മാസവും ഒരു സാറ്റർഡേ ബാഗ് വേണ്ട, അതായത് വെറുതെ സ്കൂളിൽ പോയിട്ട് ഓരോരോ ആക്ടിവിറ്റീസ് ചെയ്യുക. അപ്പോൾ അതിന് ബാഗ് വേണം. അതായത് നോ ബാഗ് ഡേ ആണ്, പക്ഷെ അതിൻ്റെ ഓപ്പോസിറ്റാണ് ചെയ്യുക എന്ന് പറഞ്ഞ പോലെ വാട്ടർ ബോട്ടിൽ സ്നാക്സ് കൊണ്ടുപോകണമല്ലോ. അപ്പോൾ അതിന് ചെറിയ ബാഗ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിലും പോയിട്ട് ഇവിടെ ലിയോ ബാഗ്സ് ഉണ്ട്, അപ്പോൾ അവിടെ പോയിട്ട് 2 പേർക്കും ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചോക്ലേറ്റ്സ്. അപ്പോൾ ഇത് ബാഗ് ഞാൻ ഏറ്റവും ലാസ്റ്റ് കാണിച്ചു തരാം. ഈ ഒരു വീഡിയോയിൽ അവസാനമായിട്ടാണ് ഞാൻ അത് എടുത്തേക്കണേ. അപ്പോൾ ചോക്ലേറ്റ് കൊണ്ടുവന്നാൽ പിന്നെ നമ്മൾ ബാക്കി വയ്ക്കില്ലല്ലോ, അപ്പം തന്നെ തീർക്കണം. അങ്ങനെ അത് കഴിച്ച് ഇതാണ് ബാഗ് വാങ്ങിച്ചത്. 1-2 പ്രാവശ്യം എനിക്ക് സിബിന് പ്രശ്നം വന്നിട്ടുണ്ട് ലിയോ ബാഗ്സിൽ, ഒരേ ഒരു ബാഗിന് മാത്രം. പിന്നെ ഈ ഒരു ബാഗ് കണ്ടപ്പോൾ തന്നെ നല്ല അടിപൊളി ലുക്ക്. നിത്തോന് വേണമെന്ന് പറഞ്ഞു, അപ്പോൾ അത് വാങ്ങിച്ചു. കിത്തോനും വേണമെന്ന് പറഞ്ഞപ്പോൾ 2 ചെറിയ ബാഗ് കേട്ടോ, ശരിക്കും വലിയ ബാഗല്ല ഇത്. ഒരു അത്യാവശ്യം ഒരു വാട്ടർ ബോട്ടിൽ അങ്ങനെയൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണോ എന്ന് എനിക്കറിയില്ല. നോക്കാം, നമുക്ക് വീണ്ടും ഇതുപോലെ ചെയ്യാൻ നോക്കാം. അങ്ങനെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.